വീടിനു ചുറ്റും സിമന്റ് മതിലുകൾ ഉയരുന്ന കാലത്ത് പ്രകൃതിദത്തമായ ജൈവവേലിയിലൂടെ വിസ്മയം തീർക്കുകയാണ് കരിവെള്ളൂർ പേരളത്തെ എ.വി. നാരായണൻ. റിട്ടയർഡ് കൃഷി ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം തന്റെ കൃഷി അറിവുകൾ വെറും ഔദ്യോഗിക ജീവിതത്തിൽ മാത്രം ഒതുക്കാതെ സ്വന്തം വീട്ടുമുറ്റത്തും പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാനുള്ളത് കരിവെള്ളൂർ പേരളത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എ.വി. നാരായണൻ എന്ന വ്യക്തിയാണ്. അദ്ദേഹം കൃഷി വകുപ്പിൽ നിന്നും റിട്ടയർഡ് ചെയ്ത ഒരാളാണ്. അദ്ദേഹം തൻ്റെ വീടിന് മുന്നിൽ ഒരു ജൈവവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രകൃതിയെയും ജൈവത്തെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. കാരണം ജൈവമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രകൃതി ഉണ്ടെങ്കിലും മണ്ണുണ്ടെങ്കിലും മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ സിദ്ധാന്തം. പ്രകൃതിയെ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നോ അത്ര കണ്ട് പ്രകൃതി നമ്മളെ സ്നേഹിക്കും. ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന യാതൊരുവിധ രാസ കീടനാശിനികളോ രാസ വളങ്ങളോ ഉപയോഗിക്കാണ്ടുണ്ടാക്കുന്ന ഉൽപ്പാദനം നമ്മുടെ മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നന്നാണ്. ഞാൻ അതിൻ്റെ വേണ്ടിയിട്ട് ഒരു ജൈവവേലി കെട്ടി അതിനകത്ത് ഒരു ജൈവ കൃഷികൾ ചെയ്തു വരുന്നുണ്ട്. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുഡ് ഫോറസ്റ്റിൻ്റെ മോഡലിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ വെച്ച് നമ്മൾ പഴവർഗ്ഗങ്ങളും അതേമാതിരി നമ്മൾ ഔഷധ സസ്യങ്ങളും മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാരണം നമുക്ക് മാനസികമായി വളരെയധികം സംതൃപ്തിയുണ്ട്. നമ്മുടെ കൃഷിയെ നമ്മൾ എത്ര കണ്ട് സ്നേഹിച്ചാൽ ആ കൃഷി നമ്മളെ നശിപ്പിക്കുകയില്ല, അതേമാതിരി പ്രകൃതിയും നമ്മളെ നശിപ്പിക്കുകയില്ല. നമ്മൾക്ക് എല്ലാവിധ സഹായവും പ്രകൃതി ചെയ്തു തരുന്നതായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മൾക്ക് ഇന്നേ വരെ ഒരു വിഷമങ്ങൾ ഈ പ്രകൃതിയെ സംരക്ഷിച്ച വകയിൽ ഉണ്ടായിട്ടില്ല. കാരണം പല ജീവജാലങ്ങളും നമ്മളടുത്ത് വരും, അവരെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ അവർ വീണ്ടും വരും. ഇങ്ങനെയാണ് സ്ഥിതി. അപ്പോൾ നമ്മുടെ ഓരോരാളും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് നഷ്ടം, ഈ സാമ്പത്തിക നഷ്ടമോ മറ്റ് അധ്വാനമോ ഇല്ല. ചെറിയ നമ്മളൊരു വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊരു കണ്ണ് ഇതിൻ്റെ നേരെ ഉണ്ടെങ്കിൽ ഈ പ്രകൃതിയെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോകാം. നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മുടെ പ്രകൃതിയെ അധപ്പതിപ്പിച്ച് അല്ലെങ്കിൽ നശിപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതി നമ്മളെക്കോ അതിന് വേണ്ടുന്ന പ്രകൃതി നമ്മളോട് വിരോധം കാണിക്കും. അതിന് പല തെളിവുകൾ എനിക്കുണ്ട്. എനിക്ക് പല കാര്യത്തിലും ഈ പ്രകൃതി എന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു, അത് കാറ്റിനൊടിഞ്ഞ് മറ്റൊരു ദ്രോഹങ്ങളും ചെയ്യാണ്ട് അത് നമ്മൾ എങ്ങനെ പറക്കി വെച്ച മാതിരിയാണ് അത് വെച്ചിട്ടുണ്ടാവില്ല. 2-3 മരങ്ങൾ എങ്ങനെ മുറിഞ്ഞു പോയി കാറ്റിന്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമാണ് ഉണ്ടാക്കിയത്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദ്രോഹമോ മറ്റ് സസ്യങ്ങൾക്ക് നഷ്ടമോ ഉണ്ടാക്കാത്ത തരത്തിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയാണ് നമ്മൾ കാക്കേണ്ടത്. ഏത് കാര്യത്തിലും നമ്മൾ അമ്പലങ്ങളെക്കാട്ടിയും കാണേണ്ടത് നമ്മളെ പ്രകൃതിയാണ്. പ്രകൃതി നമ്മൾ ഒരു കാരണവശാലും വേദനിപ്പിക്കില്ല, അതിലെ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരാളും പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തന്നെ സന്തോഷപ്രദമായിരിക്കും. ഇന്ന് ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിലും അത് വിജയപ്രദം എത്തിക്കുന്നത് പ്രകൃതിയിലെ ഈ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആണ്. കാരണം നമ്മൾക്ക് ആർക്കും ഒരു നിശ്ചയിച്ചിട്ടില്ല, എപ്പോഴാണ് സമയം എന്ന് ആർക്കും പറയാനും കഴിയില്ല. അങ്ങനെയുള്ളതെടുക്കുക, പ്രകൃതി മാത്രമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. പ്രകൃതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നീങ്ങുക, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.